ഈ വീട് പണി നടക്കുന്ന ആളുകൾ ഈ വീഡിയോ കാണട്ടോ, കാരണം നിങ്ങൾ വഞ്ചിതരാവരുത്, ചതിക്കപ്പെടരുത്. കാരണം ഇത് ഡോറുകളാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിലാണ് മരത്തിൽ ഒരുപാട് ആളുകൾ ഇങ്ങനത്തെ ഈ റെഡിമെയ്ഡ് ഡോറുകൾ വെക്കുന്നുണ്ട്. അപ്പം ചെറിയ ക്യാഷിന്റെ ഡിഫറൻസിൽ ലോക്കൽ സാധനങ്ങൾ നമ്മുടെ വീട്ടിലെത്തുന്നുണ്ട്. പെട്ടെന്ന് കേടാവും ചെയ്യും. അപ്പം നമ്മൾ വാങ്ങുമ്പം നല്ലത് ഏതാന്ന് നോക്കിയിട്ട് വാങ്ങണം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താളി, കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഈ വീട് പണി നടക്കുന്നവരും ഡോറ് വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ആളുകളൊക്കെ ചെറിയ ക്യാഷിന് വേണ്ടിയിട്ട് വലിയ നഷ്ടം ഉണ്ടാക്കി വരുത്തണ്ട. അറിഞ്ഞുകൊണ്ട് വാങ്ങുന്നത് ഓക്കെ, അറിയാതെ പെട്ടുപോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പം പെടരുത്. അപ്പം നമുക്ക് അതിൻ്റെ ഒറിജിനലും ഡൂപ്ലിയും തിരിച്ചറിയണം. ഓക്കെ. പിന്നെ ഈ ഡോർ നമ്മൾ വാങ്ങിയിട്ടുള്ളത് നമ്മളെ മലപ്പുറം ജില്ലത്തെ കാര്യമായിട്ട് പറയുന്നത്. ഞങ്ങളെ നാട്ടിൽ നിന്ന് വാങ്ങിയതാണ്. മലപ്പുറം ജില്ലയിലെ നമ്മളെ കാടപ്പടിക്കുന്ന പറമ്പിൽപ്പീടേക്ക് പോകുന്ന റോഡിൽ നിന്ന് കാടപ്പടി അങ്ങാടി കഴിഞ്ഞ് കുറച്ചങ്ങോട്ട് പോയിട്ട് വലത്ത് ഭാഗത്ത് കാണാൻ പറ്റും ഫ്രഷ് ലുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡോറിൻ്റെ ഷോപ്പ്. അവിടെ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ആധികാരികമായി ഞാൻ അവിടെ തന്നെ പോയിട്ട് കാണിച്ചു തരാം. മുത്തുമണീസ് ഈ ഷോപ്പിൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫെറോ ഡോർ മാത്രമല്ല കേട്ടോ, എല്ലാ ഡോറുകളും ഉണ്ട്. അതായത് നെവരിങ്കി, ക്യൂബ് തന്നെ തുടങ്ങിയ മുൻപന്തിയിൽ നിൽക്കുന്ന ബ്രാൻഡുകളുടെ FRP ഡോറുകൾ ഇവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഇവർക്ക് കിച്ചൺ വർക്കും ഇവർ ചെയ്യുന്നുണ്ട്. നമ്മുടെ വീട്ടിലേക്ക് കിച്ചണൊക്കെ സെറ്റ് ആക്കണമെങ്കിൽ അങ്ങനത്തെ വർക്ക് ഇവർ ചെയ്യുന്നുണ്ട്. അതേപോലെ കർട്ടൻ വർക്കും ഇവർ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വാങ്ങുന്ന ഡോറുകൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ലോക്കുകളും ഇവരെടുത്തുണ്ട്. ഇനിയിപ്പോൾ പൈസ കുറഞ്ഞ ചെറിയ ഡൂപ്ലി ഡോറുകൾ വേണമെങ്കിലും അതും ഇവിടെ ഉണ്ട്. പക്ഷേ ഈ വീഡിയോ ഇതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണ്. എന്തായാലും ഫെറോ ഡോറിനെ കുറിച്ചിട്ട് അതിൻ്റെ ഡൂബിളിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഈ ഡോറാണ്, ഇത് കണ്ടില്ലേ മുകളിലെ പേര് ഫെറോഡോർ എന്ന് കാണാം. അപ്പം ഇതാണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒറിജിനൽ ഡോറ്. പക്ഷെ അതിന്റെ സ്കിന്ന് വേറെയാണ്. അത് തേക്കിന്റെ സ്കിന്നിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇതും അതേപോലത്തെ ഒരു ഡോറാണ്. പക്ഷെ ഇത് ഒറിജിനല്, ഇത് ഡ്യൂപ്ലി കോപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ആകെ ചെറിയൊരു പൈസന്റെ മാറ്റം ഉണ്ടാവുള്ളൂ. പക്ഷെ നമുക്ക് വമ്പ നഷ്ടങ്ങൾ വരാൻ സാധ്യത ഉണ്ട്. അപ്പം ഇത് എടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം നമ്മൾ. എന്തായത് നല്ലൊരു എന്താ പറയുക, ഷോപ്പിൽ കയറിയിട്ട് അതിൻ്റെ ഒറിജിനൽ ഡീലറെ സമീപിച്ചിട്ട് ഫെറോ ഡോർ ആണോ അല്ലേ എന്ന് ഉറപ്പ് വരുത്തിയിട്ട്, ഈ ഡോർമിൽ അതിൻ്റെ സിമ്പിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ നമ്മൾ പർച്ചേസ് ചെയ്യാവൂ. അല്ലെങ്കിൽ ഇതേപോലത്തെ ഡൂപ്ലി നമ്മളെ വീട്ടിലെത്തും. ഓക്കെ, ചെറിയൊരു ക്യാഷിന്റെ മാറ്റാണ് ഉണ്ടാവുക. അപ്പോൾ തുണിച്ച ഈ ഫെറോ ഡോറിനെ കുറിച്ചിട്ട് ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ നമ്മളെടുത്ത ഒരാളുണ്ട്. ഒന്ന് പരിചയപ്പെടുത്തിക്കോളി. പേര് രതീപ്. ഞാൻ ഫെറോ ഡോർ കമ്പനിയുടെ സെയിൽസ് മാനേജറാണ്. ഓക്കെ. ഫെറോവിന്റെ പേര് ഫെറോ ബോർഡ്സ് ലിമിറ്റഡ്, കാരാട്, മലപ്പുറം. നമ്മുടെ ഹെഡ് ഓഫീസ് കാരാടാണ് വരുന്നത്. പ്രൊഡക്ഷൻ യൂണിറ്റ് ആലവിയാണ്. നമ്മൾ 1990s ഫെറോ ഡോർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പ്ലൈവുഡിലാണ് ആദ്യം തുടങ്ങിയത്, പിന്നീടാണ് ഇങ്ങനെ ഡോസിലേക്ക് വന്നത്. നമ്മൾ ഫസ്റ്റ് ചെയ്തിരിക്കുന്നത് മോൾഡഡ് പാനൽ ഡോസ് ആണ്, അതായത് പ്രൈമറി ഫിനിഷിൽ വരുന്ന ഡോസ് ആണ്. അല്ല, ഞാൻ ചോദിക്കണേ, ഇപ്പൊ ഈ ഫെറോ ഡോറും അതിന്റെ കോപ്പിയും കണ്ടാൽ എങ്ങനെ നമ്മൾ തിരിച്ചറിയാം? ഫെറോ ഡോർ ഇപ്പം തന്നെ ശ്രദ്ധിച്ചാൽ അറിയാം. ഇതിന്റെ മുകളിൽ ഫെറോ ഡോറിന്റെ ഈ കവർ വരുന്നതിൽ തന്നെ അതിന്റെ പ്രിന്റഡ് വരുന്നുണ്ട്. അതിപ്പോ ആർക്കും അതേപോലെ പ്രിന്റർ, അതായത് ഇത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്ക് ആണ്, വേറെ ആർക്കും യൂസ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ എഡ്ജിൽ ഹോളോഗ്രാം ഉണ്ടാവും. ഇതൊക്കെ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫെറോന്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് ആണോ അറിയാൻ കഴിയും. പർച്ചേസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ട് നിങ്ങൾ ആരാണ് നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലീഗലായിട്ട് നിങ്ങൾക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റും. ഇത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കുള്ള കമ്പനിയാണ്. അല്ല, ഞാൻ ഇത് ഡോറ് വാങ്ങാൻ വന്നപ്പോൾ ഇവർ ഇവിടെ നിന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വ്ളോഗ് തന്നെ ചെയ്യുന്നത്. കാരണം ഇത് നമ്മളെ പോലത്തെ ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഫെറോ ഡോറ്, ഇതും ഫെറോ ഡോർ ഡോറ് എന്ന് പറഞ്ഞാൽ നമുക്ക് തരാം. കാണുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഈ ഒരേപോലെയാണ് കാണാനും, അത് ഒക്കെ ഒരേപോലെയാണ്. പക്ഷെ ഇവർ പറഞ്ഞു ഇത് 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് സാധനം കിട്ടും, ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ 10 ദിവസം വേണമെന്നും പറഞ്ഞു. അപ്പൊ എന്താണ് ഈ ഡൂപ്ലി ഒറിജിനൽ തമ്മിലുള്ള നമ്മളെ ബാധിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെ? ഞാൻ പറഞ്ഞേ, നമ്മളെ ഡോസ് ആണ് ഇൻട്രൊഡ്യൂസ് ഫെറോ ഡോർ ആണ് ആളുകൾ ആദ്യം പറയും. ഇപ്പം നമ്മളിപ്പോ കോൾഗേറ്റ് എന്നൊക്കെ പറഞ്ഞു, ഈ മോൾഡഡ് പാനൽ ഡോസ് എല്ലാവരും ഫെറോ ഡോസ് എല്ലാ ഡോറിലും പേര് പറയും, അങ്ങനെ പറഞ്ഞു പോവാണ്. പക്ഷെ യഥാർത്ഥ ഫെറോ നമ്മളാണ്, നിങ്ങളാണ്. അപ്പൊ അതല്ല യഥാർത്ഥ. അല്ല, അത് അങ്ങനെ വാക്കാല് പറഞ്ഞ് ശീലിച്ചു പോയി. അത് ചില ഡീലേഴ്സ് അങ്ങനെ എഴുതി വെക്കും, നമുക്ക് അത് പറഞ്ഞ് മാറ്റേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ട്. ഫെറോഡോസ് പറഞ്ഞിട്ട് അത് രജിസ്റ്റേർഡ് ട്രേഡ് മാർക്കാണ്, ഇത് വേറെ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ഒരു ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫ്രെയിം എടുത്ത് അതിന്റെ ഒരു ടൈമിംഗ് വരുന്നുണ്ട്. ഫ്രെയിം എടുത്ത് ഇത് നമ്മൾ സ്റ്റോക്ക് ചെയ്യില്ല. അപ്പൊ ചില കമ്പനി വെച്ചാൽ അവിടെ സ്റ്റോക്ക് ചെയ്തിടും, സ്റ്റോക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കും. അപ്പൊ അതിനുള്ള സ്ട്രെങ്ത് കൂടി കുറയാം. നമ്മൾ അതിന്റെ ഫ്രെയിം കറക്റ്റ് ഫ്രെയിം ഇട്ട് ഹോട്ട് പ്രസ് ചെയ്തിട്ട് അതിന്റെ ടൈം എടുത്തിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ ലാമിനേറ്റോടൊക്കെ ചെയ്യുമ്പോൾ അതിന്റെ ടൈം എടുത്തിട്ട് ചെയ്യണം. അതാണ് അതിന്റെ ക്വാളിറ്റി, നമ്മൾ ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ HDF ആണ്. അപ്പൊ നിങ്ങൾ ലോക്കലിലേക്ക് വരാന്ന് വെച്ചാൽ MDF ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം വരുന്നത്. പിന്നെ വുഡ് വരുന്നത് സദേൺ യെല്ലോ പൈൻ എന്ന വുഡാണ്, അമേരിക്കൻ വുഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് വ്യത്യാസങ്ങൾ വരുന്നത്.
പിന്നെ ഗ്ലൂ, ഇതിൽ യൂസ് ചെയ്യുന്ന ഗ്ലൂ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ വുഡൻ പാർട്ടിക്കൽ ബോർഡ് പറഞ്ഞാൽ ക്വാളിറ്റി പാർട്ടിക്കിളാണ്. ഇപ്പോൾ നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ ചൈനീസ് പ്രോഡക്റ്റ്, ഇപ്പോൾ ഈ പറഞ്ഞ ചൈനീസ് പ്രോഡക്റ്റുകളാണ് HDF അല്ല MDF എന്നൊക്കെ പറഞ്ഞ മാർക്കറ്റിൽ ചൈനീസ് സ്കിന്നിൽ വരുന്നത്. അല്ല ഞാൻ പറയുന്നത് ഇത് ഇപ്പൊ നിങ്ങൾ 5 വർഷത്തെ വാറണ്ടിയാണ് കൊടുക്കുന്നത്, ഈ പറഞ്ഞ സെയിം കോപ്പിയും കൊടുക്കുന്നത് 5 വർഷത്തെ വാറണ്ടി. 5 വർഷത്തെ വാറണ്ടി അവര് നമ്മളിപ്പോ ഡീലർക്ക് ബില്ലിൽ സീൽ ചെയ്ത് കൊടുക്കുന്നത്, നമ്മള് വാക്കാല പറയില്ല. ഇപ്പൊ ഒരു ബ്രാൻഡ് തന്നെ ചിലപ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ നമ്മളെ ഡോറിന് ഒരു 3200 രൂപ വെച്ചാൽ അത് നിങ്ങൾക്ക് 2000 രൂപ കിട്ടും. അപ്പൊ തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ മതി അതിന്റെ ക്വാളിറ്റി എത്ര മാറ്റം ഉണ്ടാവുന്നുള്ളത്. ചെറിയ ഒരു 1000 രൂപ പറയുന്നത് ചിലപ്പോൾ ബ്രാൻഡ് നെയിം തന്നെ ഒരു 5 കൊല്ലം കഴിഞ്ഞാൽ മാറും. ഇത് തന്ന ബ്രാൻഡ് ആയിരിക്കില്ല, പിന്നെ വേറെ ബ്രാൻഡിലായിരിക്കും. പിന്നെ ഇപ്പൊ നമ്മള് ഇപ്പൊ ഇങ്ങനെ ഒരു ഡോർ എടുക്കാൻ നമ്മൾ പോകുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഫെറോഡോറാണ്. മാർക്കറ്റിൽ ഈ ഒരു പേരാണല്ലോ മെയിനായിട്ട് ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു പേര്. നിങ്ങൾ വന്നതിന് ശേഷമാണ് ബാക്കിയുള്ള എല്ലാ ബ്രാൻഡുകളും വന്നിട്ടുള്ളത്. പിന്നെ കസ്റ്റമർ അറിഞ്ഞിട്ട് അവർക്ക് പിന്നെ കുറഞ്ഞത് മതി എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് അങ്ങനത്തേക്ക് പോകുന്നുണ്ട്. ചില കസ്റ്റമർക്ക് അറിയാം, കുറിച്ച് അറിഞ്ഞിട്ടോ ചിലപ്പോൾ അവർക്ക് ചിലപ്പോൾ സാമ്പത്തിക എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം ചിലപ്പോൾ അങ്ങനെ പോകാനൊക്കെ സാധ്യത ലോക്കലിലേക്ക് പോകുന്നു. പിന്നെ നമുക്ക് ഇപ്പം അവർക്ക് ഞാൻ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഇപ്പൊ ഇൻ കേസ് ഡീലർ ഇവിടെ ഇല്ല, ഡീലർ എന്തെങ്കിലും കാരണം കൊണ്ട് കൂട്ടി പോയാലും ഇവർക്ക് കമ്പനിയായിട്ട് ബന്ധപ്പെടാം, ഡയറക്റ്റ് ബന്ധപ്പെടാം. മറ്റേത് നടക്കില്ല, അത് കംപ്ലൈന്റ് വന്നാൽ കഴിഞ്ഞു. അതിനൊരു നാഥനും ഉണ്ടാവില്ല. ഈ 5 കൊല്ലത്തിന്റെ ഇടയിൽ ഞാൻ പറഞ്ഞ 5 കൊല്ലത്തിന്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡീലർ എവിടുന്ന് വാങ്ങിയാലും നിങ്ങൾക്ക് ഡയറക്റ്റ് കമ്പനിയായിട്ട് ബന്ധപ്പെടാം. നിങ്ങൾ അതിന്റെ പിന്നെ വാറണ്ടി ഏറ്റെടുക്കും. കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്റെ ഇൻവോയ്സിന്റെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ ഏറ്റെടുക്കും, അത് വെച്ചിട്ട് നമ്മൾ. ഓക്കെ. അപ്പം ഇതിപ്പം ഈ എത്ര ഡിസൈനുകൾ നിങ്ങൾ ഈ ഡോർ കൊടുക്കുന്നുണ്ട്? ഇതിപ്പോ നിങ്ങളൊരു ഡോറാണ് നമുക്ക് തന്നത്, ഇതല്ല തേക്കിന്റെ ഒരു ഡിസൈനാണ്. ഇത് വരുന്നത് ഫ്ലഷ് ഡോർ പറയും. ഫ്ലഷ് ഡോറിന്റെ നമ്മളെ ലേറ്റസ്റ്റ് ഡോറാണ്, ലാമിനേറ്റഡ് ഡോർ പറയും. ഇതിൽ നമുക്ക് 12 ഷെയ്ഡ് വരും. ഇതിപ്പോ ഇതേപോലെ 12 ഷെയ്ഡുകൾ വരുന്നുണ്ട്. ഓക്കെ, മീൻസ് സ്കിന്ന് ലാമ്പ് വരുന്ന. ഓക്കെ, ഓരോ ഷെയ്ഡുകൾ തേക്കായാലും വീട്ടിയായാലും നമ്മൾ ഒരുപാട് 12 വെറൈറ്റീസ്. ഓക്കെ, ഇതിൽ നമുക്കിപ്പോ ഡബിൾ ഡോർ വരുന്നത്, നമുക്ക് സിംഗിൾ ഡോർ ഗ്രൂപ്പിനെ കസ്റ്റം ഗ്രൂപ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ അടുത്ത് തന്നെ പല ഡിസൈൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നെ ഇതിൽ തന്നെ നമുക്ക് പ്രീഹൺ ഡോർ എന്ന് പറഞ്ഞ ഐറ്റം കൂടി വരുന്നുണ്ട്, ഫ്രെയിമും ഡോറും കൂടി. ഫ്രെയിമും ഡോറും കൂടി അതേ ഈ സെയിം കളർ തന്നെ ഫ്രെയിമിലും വരും, റാപ്പ് ചെയ്ത് വരും. അല്ല, ഫ്രെയിം ഇപ്പൊ നമ്മൾ ഇരുമ്പ് അല്ലെങ്കിൽ മരം ഒക്കെ നമുക്ക് WPCന്റെ ഫ്രെയിം തന്നെ വരും. നിങ്ങൾക്ക് രണ്ടും കൂടി ഉള്ളതുണ്ട്. ഇപ്പൊ ഒരു വീട് പടുക്കുന്ന സമയത്ത് നിങ്ങൾ ആ ഫ്രെയിം കൊണ്ടുവെക്കാൻ പറ്റുമോ? വേണ്ട, അവരെല്ലാം അവരുടെ പെയിന്റിങ് എല്ലാം കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ഫുൾ ഫിനിഷ്ഡ് ആയതിനു ശേഷം വിളിച്ചാൽ മതി. ഈ ഫ്രെയിം എന്ത് സ്ക്രൂ ചെയ്യേ? അന്നേരം വാളിലേക്ക് ഫോമിലാണ്, PU ഫോമിലാണ് ഇത് ചെയ്യുന്നത്. PU ഫോമിൽ ചെയ്തിട്ട് വാളിലേക്ക് സ്ക്രൂ ചെയ്തിട്ടാണ്. അതിപ്പോ കള്ളന്മാർ വന്ന് 2 ചവിട്ട് കിട്ടിയാൽ അനങ്ങൂല. ഓക്കെ, അടിപൊളി. അപ്പൊ ഡോറുകളൊക്കെ എടുക്കുമ്പോൾ നോക്കിയിട്ടൊക്കെ എടുക്കുക. പിന്നെ ഇതിന്റെ ഫിനിഷിങ് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാകാൻ പറ്റും എത്രത്തോളം മാറ്റം ഉണ്ടെന്ന്. ഇത് ഫെറോഡോറാണ്. ഇത് ഈ പറഞ്ഞ മാതിരി 2 ദിവസം കൊണ്ട് 3 ദിവസം കൊണ്ട് ഉണ്ടാക്കി വരുന്ന പിന്നെ എന്താണ് ഡോറാണ്. അതായത് അതിന്റെ ഡൂപ്ലി. ഇതിന്റെ ഫിനിഷിങ് ഈ അടിച്ചൊക്കെ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാൻ പറ്റും, ഒന്നും പക്ക ആയിരിക്കില്ല. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ പിന്നെ ഇതിലേക്ക് നോക്കി, ഇത് ഫെറോഡോറാണ്. ഇതിന്റെ ഫിനിഷിങ് നോക്കി, നല്ല ഫിനിഷിങ്ങിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ ഉണ്ട്, നിൽക്കണ്ടില്ലേ? ഇതിന്റെ ഫിനിഷിങ് നോക്കി. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ഡീലറുമായിട്ട് സംസാരിച്ചിട്ട് കൺഫേം ആക്കിയിട്ട് വണ്ടി പോയിക്കാണ്ട് ഓരോന്ന് പിന്നെ എടുക്കുമ്പോൾ പോയിക്കാണ്ട് ചെറിയൊരു 800-700 രൂപയുടെ മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിന് വേണ്ടിയിട്ട് ലോക്കൽ എടുത്ത് പെടാൻ നിൽക്കണ്ട. പിന്നെ നമ്മളാണ് ചില ഓൾമോസ്റ്റ് എല്ലാ ബിൽഡേഴ്സിലും നമ്മൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത്. ബിൽഡേഴ്സ് ഹൈലൈറ്റ്, ശ്രീറോഷ്, മലബാർ, പിന്നെ അസറ്റ് ഹോംസ്, അങ്ങനെ എല്ലാ പ്രൊജക്റ്റിലും ഇവരൊക്കെ ഉപയോഗിക്കുന്നത് നിങ്ങളുടെ ഡോറാണ്. നമ്മളെ ഡോസ് ലേറ്റസ്റ്റ് പ്രിയാൻ ഡോസ് ആണ് മൊത്തം പ്രസന്റ്. അങ്ങനെ എല്ലാ ബിൽഡേഴ്സ് ഹൈലൈറ്റ് എല്ലാ ബിൽഡേഴ്സിലും നിങ്ങൾക്ക്. പിന്നെ നമ്മുടെ സൈറ്റിൽ പോയി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടും. പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്. നമ്മൾ ഏതൊക്കെ പ്രൊജക്റ്റിലാണ് ചെയ്യുന്നത് അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കിട്ടും. പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നോക്കി ചിന്തിച്ചിട്ട് എടുക്കുക. അതായത് പിന്നെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഡീലേഴ്സിന്റെ അടുത്ത് വരാം. ഓക്കെ, അപ്പൊ അതാണ് ചെയ്യേണ്ടത്. അപ്പൊ തുണിസ നമ്മളെ നാട്ടില് കാടപ്പടി, കുന്നുംപുറം, വേങ്ങര, കൊണ്ടോട്ടി ആ പരിസരത്ത്, ഈ ചെളാരി ആ പരിസരത്തുള്ള ഇവർക്ക് ഏകദേശം നിങ്ങൾ തന്നെയാണ് ഈ ഫെറോഡോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഇതിനെ കുറിച്ച് അറിയാനും ഡോറുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോളി. അദ്ദേഹമാണ് ആള്. പിന്നെ കൂടുതൽ സംശയം അറിയണമെങ്കിൽ മൂപ്പരെ നമ്പർ തരും, മൂപ്പരെയും വിളിക്കുക, ഫുള്ള് ക്ലിയർ ആക്കാം. ഡോർ മാത്രമല്ല, കോൺടാക്ട് ചെയ്ത് കണ്ട് സെറ്റ്. പിന്നെ എന്തൊക്കെ കർട്ടൻ ഉണ്ട്, അലുമിനിയം വർക്കുകൾ, കർട്ടൻ വർക്കുകൾ, കിച്ചൺ വർക്കുകൾ, ഇന്റീരിയറിന്റെ മറ്റ്
ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന സാധനങ്ങളാണ്. ഈ ക്യൂബ് നവരംഗ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ കേരളത്തിൽ തന്നെ ലീഡ് ചെയ്യുന്ന കമ്പനിയിൽപ്പെട്ട സാധനമാണ്. അത് ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്നത് ഫെറോ തന്നെയാണ്. അതിന്റെ സെക്കൻഡ് ഗ്രേഡ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ് ഈ നവരംഗ് ക്യൂബ് എന്നൊക്കെ പറഞ്ഞ ഫസ്റ്റിലെ കമ്പനികളാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയം ഉണ്ടെങ്കിൽ മൂപ്പരെ വിളിച്ചോളി, ഡോറുകളൊക്കെ വേണമെങ്കിൽ വിളിച്ചോളി, മൂപ്പര് അറേഞ്ച് ചെയ്ത് തരും. ഇനിയിപ്പോ ഈ വീഡിയോ അവസാനിപ്പിച്ചിട്ട് എനിക്ക് മൂപ്പരായിട്ട് തല്ലാണ്ട്, കാരണം ഒരു ഡോറ് മൂപ്പര് സ്പോൺസർ ചെയ്യാന്ന് പറഞ്ഞാണ്. ഇനി ഉള്ളിത്താക്കണോ ഫ്രണ്ടിത്താക്കണോ എന്നുള്ളത് ഞങ്ങൾ തമ്മിൽ തച്ച് തീരുമാനിക്കണം. അപ്പൊ എന്തായാലും ഈ വീഡിയോ നമ്മൾ അവസാനിപ്പിക്കുകയാണ് അല്ലേ. വാങ്ങാം, ഈ ഡോറുകൾ വാങ്ങുന്ന സമയത്ത് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് അതിന്റെ ക്വാളിറ്റി ഉറപ്പ് വരുത്തിയിട്ട് ഒറിജിനൽ ആണോ എന്നൊക്കെ നോക്കിയിട്ട് വാങ്ങാം. നമ്മൾ അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ക്യാഷാണ്. അപ്പോൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട് ലോക്കൽ കൊണ്ടുപോയി വെച്ചിട്ട് ഡൂപ്ലി കൊണ്ടുപോയി വെച്ചിട്ട് പെടാൻ നിൽക്കണ്ട. അപ്പോൾ ടാറ്റ, ബൈ. അപ്പം അവിടുന്ന് എനിക്ക് കിട്ടിയ കുറച്ച് അറിവുണ്ടാവും, നിങ്ങൾക്ക് ഒന്ന് പകർന്ന് നൽകാമെന്ന് കരുതിയിട്ടാണ് ഇന്നത്തെ വീഡിയോസ് ഇട്ടാ. അപ്പം ഞാൻ പറഞ്ഞാൽ അത് വ്യക്തമാവില്ല, കടക്കാരനെ കൊണ്ട് തന്നെ നമുക്ക് പറയിക്കാം. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താളി, കാരണം ആർക്കെങ്കിലും ഉപകാരപ്പെടും. ഈ വീട് പണി നടക്കുന്നവരുണ്ടോ